ചേച്ചിയോട് നന്ദേട്ടന്റെ വീട്ടുകാർ കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവി, നീ എന്തിനാ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേ? ഒന്നും പറയാതെ പോന്നത് ഇവളുടെ മര്യാദ. ഞാനായിരുന്നെങ്കിലേ 10 പറഞ്ഞിട്ട് അവിടുന്ന് പോരുള്ളായിരുന്നു. രണ്ടാം ഭാര്യയെ വിളക്കെടുത്തു കൊടുത്ത് അകത്തേക്ക് വിളിച്ചപ്പോ അതും കണ്ട് എന്റെ മോൾ അവിടെ നിക്കണം എന്നാണോ നീ പറയുന്നത്? ആന്റി, അതാണോ പ്രശ്നം? ദേവി, നിനക്കറിയില്ല അമ്മയുടെ രീതികള്. അമ്മയുടെ രീതികൾ കണ്ട് മനസ്സ് നിറഞ്ഞിട്ട് തന്നെ എന്റെ മോൾ അവിടുന്ന് പോകുന്നത്. ആ രീതികളൊക്കെ ഇനി അങ്ങ് കൈ വെച്ചിരുന്നാ മതി. ആന്റി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. എന്റെ മോളെ ഇനി കഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല ഞാൻ. അല്ല, ഞാൻ അവിടെ കഴിയുന്നിടത്തോളം കാലം ഇവളുടെ കണ്ണീര് തോരില്ല. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഇവൾക്ക് 3 നേരം ഭക്ഷണം ഞങ്ങൾ കൊടുത്തോളാം. ആന്റി, ഇത് വാടക വീടാ. ഒരുക്കി തന്നതും വാടക കൊടുക്കുന്നതും എല്ലാം നന്ദന. ഇപ്പൊ ഈ നിമിഷം വേണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരാം. ദേവി, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ മനസ്സവാചം അറിയാത്ത കാര്യങ്ങളല്ല അവിടെ നടന്നത്. അമ്മേ, നന്ദുവല്ല, പ്രഭാന്റെ അല്ലേ ഇതൊക്കെ ചെയ്തത്? ആണോ? പ്രഭയാന്റെ ആണോ മീരയുടെ കഴുത്തിൽ താലി കെട്ടിയത്? നിലവിളക്ക് എടുത്തു കൊടുത്ത ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് മീരെ വീട്ടിലേക്ക് കയറ്റിയത് നിന്റെ പ്രഭയാന്റെ ആണോടി? എന്താ ആന്റി പറയുന്നേ? അവള് വിളക്ക് വാങ്ങിയപ്പോ ആ വിളക്ക് തട്ടിത്തെറിപ്പിച്ച് കളയണായിരുന്നു. അങ്ങനെയല്ലേ ഒരു ഭർത്താവ് ചെയ്യേണ്ടത്? നാണുണ്ടോ നിനക്ക് നോക്കി നിൽക്കാൻ? ആന്റി, അതൊന്നും പറഞ്ഞ് നിങ്ങക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാം മനസ്സിലായി. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നന്ദേട്ടാ, ചേച്ചി 2 ദിവസം സമാധാനമായിട്ട് ഇവിടെ കഴിയട്ടെ. ആ മീര അവിടെ ഉള്ളപ്പോ ചേച്ചി അങ്ങോട്ട് വന്നാ ശരിയാവില്ല. മാത്രമല്ല, ചേച്ചിക്കൊരു അധികാരം ഇല്ലാതെ ഇനി അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. ദേവി, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടത്. നന്ദുനകത്തേക്ക് വിളിക്ക. എന്തിനാ വെറുതെ? നിന്നോട് ആ മുറി വിട്ട് പുറത്തിറങ്ങരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്? നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അതേറിപ്പോ നന്ദ, തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ നിൽക്കുന്നത്. ഇത്രത്തോളം മതി. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ബഹളം വെച്ച് ഞാൻ ആളെ കൂട്ടും. നന്ദ, ഇന്ന് മോൻ പോ. ഇപ്പൊ എന്തായാലും സംസാരിക്കാൻ നിൽക്കണ്ട. 2-3 ദിവസം കഴിയട്ടെ. അവിടെ സംഭവിച്ചതൊന്നും അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല മോനെ. ഇപ്പൊ മോൻ പോ. എത്ര ദിവസം കഴിഞ്ഞാലും നന്ദന്റെ കൂടെ ഇനി ഇവള് വരില്ല.